നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി പോസിറ്റീവ് ക്ലോസിംഗോട് കൂടിയാണ് പ്രവർത്തനം അവസാനിപ്പിച്ചതെങ്കിലും തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയും മാർക്കറ്റിന് വീക്കിലി ഗെയിൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോട് കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. മാർക്കറ്റ് 24,260 എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം അവസാന സെഷനുകളിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും മാർക്കറ്റ് 24,000 എന്ന വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ ലെവലിന് മുകളിൽ മാർജിനലി പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. നാളെ മുഹറം ഹോളിഡേ ആയതുകൊണ്ട് മാർക്കറ്റിൽ ഒരു എക്സ്റ്റെൻഡഡ് വീക്കെൻഡാണ് വന്നിരിക്കുന്നത്. ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ക്രൂഡിൻ്റെ വില തന്നെയാണ്. ഇന്ന് ബ്രന്റ് ക്രൂഡിൻ്റെ വില $72 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അതായത് ക്രൂഡിൻ്റെ വില അതിൻ്റെ പീക്കിൽ നിന്ന് 37% ഇടിഞ്ഞു. ഇറാൻ US പീസ് എഗ്രിമെൻറ്റിലുള്ള പ്രോഗ്രസ് തന്നെയാണ് ക്രൂഡിൻ്റെ വില ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. അതോടൊപ്പം തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി ടാങ്കറുകൾ സുരക്ഷിതമായി കടന്നു പോകുന്നതും ക്രൂഡിൻ്റെ വില ഇടിയുന്നതിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യ പോലുള്ള ഒരു നെറ്റ് എനർജി ഇമ്പോർട്ടർ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പോസിറ്റീവ് ന്യൂസാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് രൂപയുടെ മൂല്യത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അതായത് ക്രൂഡിൻ്റെ വില ഇടിഞ്ഞത് വഴി ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയുകയും ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം 94.24 എന്ന സ്ട്രോങ് ലെവലിലേക്ക് എത്തുകയും ചെയ്തു. കൂടാതെ RBI ഗവർണറുടെ ഒരു ഡോവിഷ് സ്റ്റേറ്റ്മെൻറ്റും മാർക്കറ്റിന് ശക്തി പകരുന്നുണ്ട്. അടുത്തൊന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് RBI ഗവർണർ നൽകിയിരിക്കുന്നത്. ഇത് ബാങ്കിങ് സെക്ടറിൽ ഒരു ഉണർവിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. മറ്റൊരു അപ്ഡേറ്റ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിന് നൽകുന്ന വളരെ വലിയ സപ്പോർട്ട് തന്നെയാണ്. ജൂൺ മാസത്തിൽ ഏകദേശം 66,215 കോടിയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത്. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഓൺ ഓഫ് സെല്ലിംഗ് നടത്തുകയും ചെയ്യുന്നു. ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട ലെവലുകൾ കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത്, നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഇൻവെർട്ടഡ് ഹാമർ പോലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ പാറ്റേൺ വന്നതുകൊണ്ട് തിങ്കളാഴ്ച 24,000 മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി തന്നെ പ്രവർത്തിക്കും. 24,000 കഴിഞ്ഞാൽ 23,980 ആയിരിക്കും മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇനി 23,950 എന്ന സപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റിൻ്റെ 50-ഡേ സിമ്പിൾ മൂവിങ് ആവറേജ് റേഞ്ചായ 23,800 മാർക്കറ്റിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഇൻട്രാഡേ ഹൈ ആയ 24,120 ആയിരിക്കും മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ഈ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്താൽ 24,200, 24,250 തുടങ്ങിയ ലെവലുകൾ ഹയർ റെസിസ്റ്റൻസ് ആയി വരും. ഉയർന്ന വോളിയം ബ്രേക്കൗട്ടോടുകൂടി ഈ റേഞ്ചിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് 24,500 എന്ന ലെവലിലേക്കുള്ള മാർക്കറ്റിൻ്റെ ഒരു നീക്കം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഇന്ത്യ വിക്സ് കറക്റ്റായി 13.05 എന്ന ലെവലിലേക്ക് എത്തിയത് മാർക്കറ്റിൽ ബയേഴ്സിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇനി തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്ന്, ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുന്നത് ഏവിയേഷൻ സെക്ടറിനും ഓട്ടോമൊബൈൽ സെക്ടറിനും അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റ്, കെമിക്കൽ തുടങ്ങിയ സെക്ടറുകളിലും ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിയുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഇൻഡിഗോ പോലുള്ള സ്റ്റോക്കുകൾ 5% ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക അതായത് ക്രൂഡ് ഓയിൽ ഇൻപുട്ടായി ഉപയോഗിക്കുന്ന കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റ് കുറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, RBI അതിൻ്റെ NBFC ഫോംസ് കർശനമാക്കിയിട്ടുണ്ട്. RBI 1,00,000 കോടി രൂപയ്ക്ക് മുകളിൽ അസറ്റ് സൈസുള്ള കമ്പനികളെ അപ്പർ ലെയർ NBFC സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ REC, PFC, HUDCO, IRFC തുടങ്ങിയ സ്റ്റോക്കുകൾ അടുത്ത ആഴ്ചയും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ആസാമിൽ കനത്ത വെള്ളപ്പൊക്കം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ബന്ധൻ ബാങ്ക് എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ബന്ധൻ ബാങ്കിൻ്റെ മൈക്രോ ഫിനാൻസ് ബിസിനസ്സിനെയും ലോൺ റീപേയ്മെൻറ്റിനെയും ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബന്ധൻ ബാങ്ക് എന്ന സ്റ്റോക്കിനെ അടുത്ത ആഴ്ച നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബന്ധൻ ബാങ്ക് പോലെ തന്നെ അടുത്ത ആഴ്ച അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള 2 സ്റ്റോക്കുകളാണ് മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസും 3% ഇടിഞ്ഞിരുന്നു. മണപ്പുറം ഫിനാൻസ് 3% ഇടിഞ്ഞപ്പോൾ മുത്തൂറ്റ് ഫിനാൻസ് 3.9% ഇടിഞ്ഞ്
3000-നടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഗോൾഡിൻ്റെ വിലയിൽ തുടർച്ചയായ ഇടിവ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസും അണ്ടർ പെർഫോം ചെയ്യുന്നത്. 2025 ഗോൾഡിൻ്റെ വില റെക്കോർഡ് ഹൈയിലേക്ക് എത്തിയതിനെ തുടർന്ന് മുത്തൂറ്റ് ഫിനാൻസിലും മണപ്പുറം ഫിനാൻസിലും ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് റാലി കാണാൻ സാധിച്ചിരുന്നു. ഈ രണ്ട് സ്റ്റോക്കുകളും അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ നിന്നും മുത്തൂറ്റ് ഫിനാൻസ് ഏകദേശം 27% കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഗോൾഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന ഈ കറക്ഷൻ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയ ഗോൾഡ് ലോൺ കമ്പനികളുടെ NPA വർദ്ധിക്കുന്നതിന് കാരണമായേക്കും. ഈ ഒരു ആശങ്കയെ തുടർന്നാണ് ഈ രണ്ട് സ്റ്റോക്കുകളും അണ്ടർ പെർഫോം ചെയ്യുന്നത്. കാരണം ഗോൾഡിൻ്റെ വില കുറയുന്നതനുസരിച്ച് കമ്പനികളുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് കുറഞ്ഞേക്കും. അതുപോലെ തന്നെ മുമ്പ് വെച്ചിരിക്കുന്ന ഗോൾഡ് ലോണുകളിൽ ഗോൾഡിൻ്റെ വില കുറയുകയാണെങ്കിൽ അത് ഉപഭോക്താവിനെ കൊണ്ട് അഡീഷണൽ കൊളാട്രേറ്റ് ഗോൾഡ് വെപ്പിക്കുന്നതിനോ അതല്ലെങ്കിൽ ഗോൾഡ് ലോൺ റീപേ ചെയ്യിപ്പിക്കുന്നതിനോ ഈ കമ്പനികൾ നിർബന്ധിതരായേക്കും. അവിടെ ഉപഭോക്താക്കൾ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് ഈ കമ്പനികളുടെ NPA വർദ്ധിക്കുന്നതിന് പിന്നിലെ, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഫാക്റ്റുകൾ പരിഗണിച്ചാണ് ഈ രണ്ട് സ്റ്റോക്കുകളും അടുത്ത ആഴ്ചയും അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. റെക്കോർഡ് ഹൈ ആയ 4149 നിന്നും മുത്തൂറ്റ് ഫിനാൻസ് 27% കറക്റ്റായി കഴിഞ്ഞു. 2025 78% റാലിയാണ് മുത്തൂറ്റ് ഫിനാൻസ് കാഴ്ചവെച്ചത്. അതേസമയം മണപ്പുറം ഫിനാൻസ് അതിൻ്റെ റെക്കോർഡ് ഹൈയിൽ നിന്നും 8%-ലേറെ ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗോൾഡിൻ്റെ വില മാർച്ച് മാസത്തിന് താഴെയുള്ള അല്ലെങ്കിൽ മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 10 ഗ്രാം ഗോൾഡിൻ്റെ വില MCX-ൽ ഇന്ന് 5529 രൂപയുടെ ഇടിവ് വരികയും മാർച്ച് മാസത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ US ഫെഡ് റിസർവ് ചെയർമാൻ കെവിൻ ഹാർഷ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടത്തിയേക്കും എന്നുള്ള ഒരാശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഗോൾഡിൻ്റെ വിലയിൽ തുടർച്ചയായി ഇടിവ് വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്